സംഗീത മാമാങ്കത്തിലെ കൊച്ചുപാട്ടുകാരി നമ്മുടെ സ്വന്തം വൈഷ്ണവിക്കുട്ടി. വെൽക്കം ഓൺ സ്റ്റേജ്. ശ്രീകുമാരൻ തമ്പി സാർ റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് മറുനാട്ടിൽ ഒരു മലയാളി എന്ന സിനിമയിലെ ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീതം നൽകിയ ജാനകിയമ്മ പാടിയ ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ എന്ന പാട്ടാണ്. അപ്പോൾ ഇതൊരു ക്ലാസിക് ടച്ചുള്ളൊരു സോങ്ങാണ്. അപ്പം നന്നായി പാടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ പോയി പാടിയിട്ട് വരാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ദേവി കന്യാകുമാരി സ്റ്റീഫൻ ചേട്ടാ. ആണോ? ദേവി കന്യാകുമാരി. ആ അങ്കിളിട്ട പേരാ. ഒരു അമ്പലത്തിലൊക്കെ ഇരിക്കുന്ന ഒരു ദേവി, അതുപോലത്തെ കണ്ണൊക്കെ കണ്ടില്ലേ? എന്ത് മുടിയൊക്കെ എവിടെ പോയി? ബാക്കിലുണ്ട്. ഓ ഉണ്ടല്ലേ, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മുടി കട്ട് ചെയ്ത് കളഞ്ഞെന്ന് വിചാരിച്ചു. അഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആര് പറഞ്ഞു ഇങ്ങനെ വാലുപോലെ കെട്ടിയിടാൻ? ഇവിടുത്തെ ആന്റിമാര് കെട്ടിത്തന്ന. ആന്റിമാര് ഒരു രക്ഷയില്ലല്ലേ. ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ ഇന്ന് ശ്രീകുമാരൻ തമ്പി സാർ റൗണ്ടില് ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ. അതെങ്ങനെ ഒന്ന് പാടി കേൾപ്പിച്ചു കൊടുത്താൽ? ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ മരമാത്തോഴി. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇനി തുടങ്ങുമ്പോ എന്തായിരിക്കും? അപ്പൊ തകർക്ക് കേട്ടോ. ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്.
കടലിലെ തീര പോലെ തിരയുമെൻ മിഴിനീളെ മധുരമാ അല്ല അത് ഈ പാട്ട് ഈ പ്രായത്തില് വളരെ ബുദ്ധിമുട്ടാ. കുറെ പാട്ടുകൾ അങ്ങനെയാ ഈ കോമ്പറ്റീഷന് കുട്ടികൾ പാടുന്ന പാട്ട്. ഇത് ഒരു അല്ലെ ഈ ചെറു പ്രായത്തില് ഈ പാട്ടിന്റെ ഒരു സെൻസിറ്റിവിറ്റി അവള് വളരെ ഫോക്കസ്ഡാ. എപ്പോഴും ഈ ഓർക്കസ്ട്ര എല്ലാം നമ്മുടെ 3rd BG കഴിഞ്ഞ ഉടനെ ആ സ്ഥലം മാത്രം ഒന്ന് കുറച്ച് ഇവിടെ എവിടെയായിരുന്നു. എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ ഈ സംഗതിന്റെ ഫീലൊക്കെ അല്ലെ പല്ലവി അനുപല്ലവി അടിച്ചു പൊളിച്ചു. ചരണത്തിലെ ഈ കുറച്ച് അങ്ങനെ എടുത്തു അല്ലേ, പിന്നെ അതിൽ കുറച്ച് ഡിസ്ട്രാക്ഷൻ ആയി. അതുകൊണ്ടാണ് കുറച്ച് അതിന്റെ പെർഫെക്ഷൻ കുറച്ച് കുറവാണ്. എന്നാലും അത് ഒരു ഞാൻ എന്ത് പറയാ ഇത് കുട്ടി ശ്രേയാണ് എൻ്റെ. ഇനി ശ്രേയനെ പോലെ ഒരു വലിയ പ്ലേ ബാക്ക് സിംഗറായിട്ട് വരുന്ന അതിൽ യാതൊരു സംശയമല്ല എനിക്ക് കേട്ടോ. പക്ഷെ എനിക്ക് അനുപല്ലവിയിലെ ലാസ്റ്റ് ലൈൻ അല്ലേ നിർമ്മലമായി അതല്ലേ ചരണത്തിൽ കറക്റ്റ് ആയിട്ട് പാടി. ഇത് ചാരുകേശി രാഗം തന്നെയാണ്. ആ ലൈൻ പക്ഷെ അങ്ങനെ ഇല്ല, എന്തോ പാടി. അതൊന്ന് പാടി കേൾപ്പിക്കാമോ എനിക്ക്? അത് തന്നെ ഫസ്റ്റ് ടൈം പാടിയപ്പോ അത് കുറച്ചൊന്ന് കേട്ട് നോക്കണേ. അവര് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പാടി അതല്ലാതെ പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ പ്രൊഫഷണലിസം എന്തൊരു ഫീലും ആ സംഗതിയുടെ ഒരു മൈ ഗോഡ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. വേറൊന്നും പറയാനില്ല. ഇതൊരു വാവ് പെർഫോമൻസ് ആയിരിക്കും. പക്ഷെ ആ ഒരു എന്ത് പറയാ അല്ലെ വാവെ പാടിയാ പിന്നെ വാവ് കൊടുക്കണ്ടേ നമുക്ക് അല്ലെ. എന്നാലും ബ്യൂട്ടിഫുൾ. കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. And you wear this here, okay? അല്ല അനു അങ്ങനെ പറ്റത്തില്ല. എന്താ അവൾ ഇത്രയും ഒരു കോംപ്ലിമെന്റ് പറഞ്ഞപ്പോ അവൾക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ പാടിട്ട് എന്ത് കാര്യമാണ്? ഞാൻ പറയട്ടെ ചാരുകേശിനെ പറ്റി. ചാരുകേശിലൊരു ഇത് ചാരുകേശിയിൽ തന്നെ പാടാം. പക്ഷെ ഇത് പണ്ടത്തെ ഒരു 1940 എന്നെങ്കിൽ അങ്ങനെ MLV അവര് പാടിയ പാട്ടാ. ML വസന്തകുമാരി ദ ഗ്രേറ്റ് ലെജൻഡ് പാടിയ പാട്ടാ. ആടൽ കാണീരോ തിരുവിളയാടൽ കാണീരോ ആടൽ കാണീരോ. അങ്ങനെ പറയുമ്പോ നമ്മൾ ചാരുകേസിന് പറഞ്ഞ പണ്ടത്തെ കാലത്ത് വസന്തമുல்லை പോലെ വന്ന് അസൈந்து ആടും വെൺപുറാവേ മായമെല്ലാം ഞാൻ അറിവേനേ വാ വാ ഓടി വാ. ഇങ്ങനെ ഒരു വളരെ TMS അപ്പോ പിന്നെ നമ്മുടെ MKT അവര് പാടുന്ന ഒരു പാട്ടുണ്ട്. മന്മദലീലയെ വെൽറാൻ ഉണ്ടോ മന്മദലീലയെ വെൽറാൻ ഉണ്ടോ യൽമേലുനക്കേനോ പരാമുഖം മന്മദലീലയെ വെൽറാൻ ഉണ്ടോ. ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഓർമ്മ വന്നു. നീണാൾ വാഴട്ടെ. വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു. വൈഷ്ണവിക്കുട്ടി ഇത് വൈഷ്ണവിക്കുട്ടിക്ക് വേണ്ടി പാടിയതാണ്. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ വൈഷ്ണവിക്കുട്ടി എന്തോ ഒരു ഗിഫ്റ്റ് കിട്ടിയില്ലേ? മന്മദലിയിലെ എന്താ പാട്ടത് കലക്കിയില്ലേ വെച്ച അലക്കി. മോള് നന്നായിട്ട് പാടി. മോള് അസലായിട്ട് പാടി. കാരണം വെച്ച് കഴിഞ്ഞാല് മോടെ പ്രായത്തിന് പറ്റിയൊരു പാട്ടല്ല എടുത്തോണ്ട് വന്നത്. എന്നാലും എത്രത്തോളം പെർഫെക്റ്റ് ആക്കാമോ അത്രത്തോളം പെർഫെക്റ്റ് ആക്കി. ഒരു വവ്വിലോട്ട് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആ ചരണം വന്നപ്പോഴാണ്. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഈ ഒരു പാട്ടെന്ന് പറയുമ്പം ഇതിന്റെ ഒറിജിനൽ സ്കെയിലാണോ ഇത് പാടുന്നത്? ഡി ആണ് ഒറിജിനൽ. പാടുന്നോ? സി. ആ സിക്ക് തന്നെ മോള് പാടുന്നതെന്ന് പറഞ്ഞാൽ എത്ര ടോപ്പ് ഹൈ പിച്ചിലാണ് പാടുന്നത്. അത് മാത്രമല്ല
മോക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അക്ഷരം നല്ല കൃത്യമാണ്. അക്ഷരസ്ഫുടത ഒന്നായിട്ട് അതെ, സൂപ്പറാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഗ്രൂമിങ്ങില് എപ്പോഴും ബിമൽ സാറ് ആ എപ്പോഴും പറയാറുണ്ടായിരുന്നു അക്ഷരത്തിന്റെ നന്നായി പറഞ്ഞു. ഇപ്പൊ കേറുന്നതിന് മുമ്പും ഇപ്പൊ സംസാരിക്കുമ്പോൾ കേറുന്നതിന് മുമ്പും അത് പറഞ്ഞു കേറുന്നു, അതെല്ലാം കറക്റ്റാണ്. അതുപോലെ സംഗതികളും മണി പോലെ വീഴുന്നുണ്ട്. അതൊക്കെയാണ് മോടെ വലിയ അഡ്വാൻറ്റേജ്. അത് ഒട്ടും കൈവിട്ട് കളയരുത്. കാരണം എനിക്ക് പറയാനുള്ളത് പലപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഞാൻ ഐഡിയ സ്റ്റാർസിംഗറിൽ 7 വർഷം ഇരുന്നാണ്. അപ്പം അതിനകത്തൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ പഠിക്കുമ്പോഴത്തേക്ക് പഠിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ആകുമ്പോഴത്തേക്ക് പഠിച്ചുകൊണ്ട് പോകും. ഇത് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പ്രോഗ്രാംസിനൊക്കെ ആൾക്കാർ ദുബായിൽ നിന്നും അമേരിക്കയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും ഇതാണ് നമ്മുടെ ലോകം, പാട്ട് പിന്നെ പഠിക്കണ്ട, ഇത്രയൊക്കെ മതി, ഒരു പാട്ട് പഠിച്ചു പാടിയാൽ മതി. ബട്ട് ഡെയിലി പ്രാക്ടീസ്. ഇത് കഴിഞ്ഞാലും മോക്കൊരു വലിയ ഭാവിയുണ്ട്, ഞാൻ കാണുന്നുണ്ട് അത്. കാരണം ഇത്രയും ക്ലാരിറ്റിയുള്ള വോയിസും അക്ഷരസ്ഫുടതയും സംഗതികളും ഒക്കെ പാടാൻ പറ്റുന്നൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു വലിയൊരു സ്ഥാനം എവിടെയോ ഇരിപ്പുണ്ട്. ആ സ്ഥാനം അച്ചീവ് ചെയ്യണമെങ്കിൽ ഇത് കഴിഞ്ഞാലും, ഈ ഫ്ലവറിൻ്റെ ടോപ്പ് സിംഗർ പ്രോഗ്രാം കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും മോള് പ്രാക്ടീസ് ചെയ്യണം. ഏതെങ്കിലും പാട്ട് പഠിക്കണം, പാട്ട് സാറിനെ വെച്ച് പഠിക്കണം. ഓക്കെ, വിമൽ സാർ ഉണ്ടോ ഇവിടെ? എനിക്ക് വിളിക്കൂ, വരൂ. എങ്ങനെയാണ് മോളെ പഠിപ്പിക്കുമ്പോൾ തോന്നുന്ന ഒരു ഫീൽ എന്താണ്? വളരെ നല്ല ടാലന്റുള്ള കുട്ടിയാണ്. അതെ, എല്ലാവരും നല്ല ടാലന്റുള്ള കുട്ടികളാണ്. ഇവളെ പഠിപ്പിക്കുമ്പോൾ ഇവള് അധികം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. വളരെ നല്ല വ്യക്തമായിട്ട് അക്ഷരം പറയും, പിന്നെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കഴിഞ്ഞാലും നമ്മൾ ചില ഈ ഇതുണ്ടല്ലോ, എന്താണ്, പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, ഇനി ഞങ്ങൾ വീട്ടിൽ പോണു, ബാക്കി ഇതായിട്ട് പോണു എന്ന് പറഞ്ഞ് അങ്ങനെ പോകരുത്. സാറിൻ്റെ അടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിനൊരു വലിയ കൈയടി വിമൽ സാർ. ഓക്കെ, ഹായ് വിമൽ സാർ. സാർ താങ്ക് യു. ഇങ്ങനെയൊക്കെ നല്ല നല്ല പ്രോഡക്റ്റുകളെ നിങ്ങൾ നല്ല കഴിവുള്ളവരാണ്, അതിൻ്റെയൊക്കെ പോളിഷ് ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി കൂടുന്നത്. അല്ലേ, അത് വലിയൊരു കാര്യമാണ് താങ്കൾ ചെയ്യുന്നത്. താങ്ക് യു സാർ. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു. പിന്നെ വൈഷ്ണവി, എന്തോ ഒരു രക്ഷയില്ല. താങ്ക് യു. എന്താ പറയുക, ദൈവം കനിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എം ജി ശ്രീകുമാരങ്ങൾ പറഞ്ഞ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ അതിനൊക്കെ വേണ്ടി പഠിക്കും, അത് കഴിഞ്ഞാൽ അത് വിട്ടുപോകും. ഓക്കെ, അപ്പോൾ പാട്ട് എപ്പോഴും പഠിക്കുമ്പോഴാണ് അതിലെപ്പോഴും ഒരു പുതുമ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് അതിൽ ചെയ്യാൻ പറ്റണത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിക്കും അവനെ, കുറച്ച് കഴിയുമ്പോൾ വിളിക്കുമ്പോൾ അവരൊരു ഭയങ്കര ഒരു സാധനം പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിളായി പാടിക്കൊടുക്കുമ്പോൾ അതിലൊരു 3-4 ഇതൊക്കെ ഇവരൊക്കെ അങ്ങനെയാണ്, 3 തവണ 4 തവണയൊക്കെ വേറെ സാധനങ്ങളൊക്കെ പാടിക്കൊടുക്കും. അപ്പോഴാണ് മ്യൂസിക് ഡയറക്ടർ ദൈവമേ എന്തൊരു വ്യത്യാസങ്ങൾ വരുത്താൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഓരോരോ കമ്പോസർ ചിന്തിച്ചിട്ടുണ്ടാവതിനെക്കാട്ടിലും അധികമായിട്ട് വേറെ വെറൈറ്റീസൊക്കെ അവർ കൊടുക്കും. അപ്പോഴാണ് ആ പാട്ടിന് ഭംഗി കൂടുന്നത്. സ്റ്റീഫൻ ചേട്ടാ, നമ്മുടെ വൈഷ്ണവി കുട്ടി ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഫിലിമിൽ പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെ കേൾക്കണം. അപ്പൊ ഇനി അതേമാതിരി ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇങ്ങനെ. അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ആവണം കേട്ടോ. ഇതും കലക്കി നന്നായി പാടി. എൻ്റെ മനസ്സിൽ ആ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു പേടി, ദൈവമേ, കാരണം ആ കമ്പോസർ മാസ്റ്റർ അതേമാതിരി ചെയ്തു വെച്ചിട്ടുണ്ട്, എഴുതിയിട്ടും ഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശരീരത്തിൽ ചിലപ്പോൾ അത് എടുക്കാൻ പറ്റുമെന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തിമിർത്തു. നല്ല സഞ്ചാരം, രാഗസഞ്ചാരമൊക്കെ കിടിലമായി പാടി കേട്ടോ. ഇനിയും നന്നായിട്ട് പാടി വാ, നല്ല നല്ല വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ആവേ, താങ്ക് യു സാർ. താങ്ക് യു വിമൽ സാർ. താങ്ക് യു. അപ്പൊ ഇനിയാണ് ഗ്രേഡ്. ഏത് ഗ്രേഡായിരിക്കും മോളെ? അറിയില്ല. പറഞ്ഞുവല്ലേ? അങ്ങനെ ഒരു ഗ്രേഡ് ഉണ്ടോ? അറിയില്ല. ഒന്ന് ഗസ് ചെയ്യ്, ഒന്ന് ഗസ് ചെയ്യ്. അൾട്ടിമേറ്റ്. അത് തന്നെ. Absolutely correct. Ultimate. എം ജി അങ്ങളെ, നമ്മുടെ ലിനു ചേട്ടന് ലോനപ്പം പിള്ള എന്നുള്ള പേരിട്ട് കൊടുത്ത ആരാന്നറിയോ? ആരാ സ്റ്റീഫൻ ചേട്ടാ? എനിക്കറിയില്ല. അയ്യോ, സ്റ്റീഫനാണോ? ആരാ ലിനു ചേട്ടാ? അത് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കഥയാണ് വാവേ. ആ കഥ എന്താണ്? ഈ അങ്കിളാണ് ഇട്ട് കൊടുത്തത്.
പക്ഷെ അത് ഏറ്റു കേട്ടോ. ഏറ്റില്ല. ഇപ്പൊ ലോനപ്പനല്ല, ലോനപ്പൻ പിള്ള ചേട്ടാ. ലോനപ്പം പിള്ള ചേട്ടാ. മറ്റേ ഇത്. ലോനപ്പാ, എനിക്ക് സന്തോഷായി. എനിക്കിങ്ങനെ എപ്പോഴും ടോപ്പ് സീക്കറിന്റെ ഓരോരുത്തരെ എനിക്ക് അയച്ചു തരും വീഡിയോയും, ചിലപ്പോൾ നന്നായി പാടണത്, അല്ലെങ്കിൽ ഓരോരുത്തരെ ഞങ്ങൾക്ക് സുഹൃത്തുക്കളുള്ളതുകൊണ്ട് അവരൊക്കെ ഓരോ വീഡിയോ അയച്ചു തരും. അപ്പോൾ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നത് ലോനപ്പൻ എന്ന് പറഞ്ഞ പേരിടൽ ചടങ്ങിലായിരുന്നു. മാമോദിസ മുക്കണമാതിരി പേര് അന്നൊരു ചടങ്ങായിരുന്നല്ലോ. അപ്പൊ എന്തായാലും ലോനപ്പാ കലക്കി. അപ്പോ ലോനപ്പൻ പിള്ള ചേട്ടാ, അടി പൂക്കുറ്റി. Congratulations, you are awarded a ultimate. താങ്ക് യു. All the best. താങ്ക് യു.